ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് എനിക്ക് എത്ര കഴിച്ചാലും മതിയാവാത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തക്കാളി കറിയാണ് കേട്ടോ. അത് എൻ്റെ രീതിയിൽ ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക, ചെറിയ ഉള്ളി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളുടെ തക്കാളിയും പച്ചമുളകും മാത്രം ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. തക്കാളി വേവേണ്ട സമയം കൊണ്ട് നമ്മളുടെ തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. തക്കാളി പെട്ടെന്ന് തന്നെ റെഡിയാവും. അതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് തന്നെ തേങ്ങ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ 10 മിനിറ്റുള്ളിൽ നമുക്കിവിടെ കറി റെഡിയാവും. തേങ്ങ അരയ്ക്കുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത്രയും ചേർക്കും. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇതൊഴിച്ച് ഒന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡിയാവും. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കത് കൂട്ടാം. എനിക്കിത് വെറുതെ കഴിക്കാനും ഇഷ്ടം. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പി. പെട്ടെന്ന് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്. രാവിലെ സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കറി വേണമെന്ന് വെച്ചാൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. ഒത്തിരി വെള്ളം ചേർക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഒത്തിരി വെള്ളമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ഈ ഒരു തിക്നെസ്സോട് കൂടി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തക്കാളിയുടെ പുളിയും ആ എരിവും എല്ലാം കൂടി വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് വെക്കണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ.